സാർ ഇവിടെ മണിപ്പൂരിനെ കൊണ്ടുവരാതിരിക്കാൻ കഴിയുമോ? മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാതെ ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയുമോ? എന്തേ നിങ്ങൾ അങ്ങ് മണിപ്പൂരിനെ അങ്ങ് മറന്നു കളയുന്നത്? അത്ര എളുപ്പത്തിൽ ഈ രാജ്യത്തിന് അത് മറക്കാൻ കഴിയില്ലെന്നേ. അതുകൊണ്ട് പലരും ചോദിക്കുക തന്നെ ചെയ്യും. മണിപ്പൂരിന്റെ പശ്ചാത്തലവും കലാപത്തിന്റെ അന്തരീക്ഷവും ഒക്കെ നമുക്കറിയാലോ. എന്താണ് അവിടെ നടന്നുള്ള കാര്യം നമുക്കറിയാലോ. നിങ്ങൾ അതിനെ വളരെ വികൃതമായി കൊണ്ട് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുകയും സാർ, ഞങ്ങളല്ല അതിനെ അങ്ങനെ പറയരുത്, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയരുത് പ്രിന്റു. അത് ശരിയായ നടപടിയല്ല. താങ്കളൊരു യുവ നേതാവല്ലേ? ആര് വികൃതമാക്കി? ഈ രാജ്യത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരടക്കമാണെന്നേ പറഞ്ഞത്. ആദ്യം 250 രൂപ കൊടുത്താൽ റബ്ബറിന് തന്നാൽ വോട്ട് നൽകാമെന്ന് പറഞ്ഞ ബിഷപ്പ് പാംപ്ലാനി അടക്കം പിന്നീട് തിരുത്തി മണിപ്പൂരിൽ നടന്നത് വംശഹത്യയാണെന്ന്. പീറ്റർ മച്ചാഡോ ബംഗളൂരു ബിഷപ്പാണ്, ഇംഫാൽ ബിഷപ്പ് അടക്കം പറഞ്ഞതെല്ലാം നമ്മുടെ മുൻപിലുണ്ടെന്നേ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടുണ്ടല്ലോ. 89 ദിവസങ്ങൾക്ക് ശേഷം അല്ലെ? 89 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കത്തിയെറിഞ്ഞപ്പോൾ പ്രതികരിച്ചത് നല്ല കാര്യമാണ്. അല്ല, ആധുനിക ഇന്ത്യയുടെ സംസ്ഥാനം കത്തിയെറിഞ്ഞ സമയത്ത് നിഷ്പക്ഷരായി നോക്കി നിൽക്കുകയല്ലേ ചെയ്തത്. ആ കലാപത്തെ നോക്കൂ, മണിപ്പൂരിനകത്ത് നരേന്ദ്രമോദി വന്ന സമയത്ത് മാത്രമല്ല, അവിടെ അഫ്സ അടക്കമുള്ള കരിനിയമങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന, എല്ലാ ദിവസങ്ങളിൽ കലാപം നടന്നിരുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അവിടെ ശാന്തിയും സമാധാനത്തിലേക്ക് മണിപ്പൂരിനെ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയുടെ 9 വർഷം. കഴിഞ്ഞ 6 മാസം നമ്മൾ കണ്ടതാണോ മണിപ്പൂരിലേക്ക് ശാന്തിയും സമാധാനത്തിലേക്കും നിങ്ങൾ കൊണ്ടുവന്നത്? കഴിഞ്ഞ 6 മാസം കണ്ടതാണോ? നമ്മുടെ സഹോദരിമാർക്കടക്കം നഗ്നയായി തെരുവിലൂടെ ഓടേണ്ടി വന്നതാണോ അവിടെ നിങ്ങൾ രാജ്യത്തിന് നൽകുന്ന സമാധാനത്തിന്റെ കാഴ്ച? ശ്രീ പ്രിന്റു, അല്ല, ഞാൻ പറയട്ടെ, 2 ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപത്തെ നിങ്ങൾ ഏതൊക്കെ അർത്ഥത്തിൽ സംഘപരിവാർ നടത്തിയപ്പോൾ ആസൂത്രിതമായി വംശഹത്യയാണെന്നും ജനങ്ങൾക്ക് സത്യം പുറത്തു വരികയാണല്ലോ. നിങ്ങൾ ഇപ്പോൾ വിളിച്ച് ഇന്ന് വിരുന്നു നൽകിയ സ്നേഹയാത്ര നടത്തുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരടക്കമാണെന്നേ പറഞ്ഞിരിക്കുന്നത്, വലിയ പിതാക്കന്മാരടക്കമാണെന്നേ പറഞ്ഞിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ്, ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോ പറഞ്ഞിട്ടുണ്ട്, ഇംഫാൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന ഈ വിഷയത്തിൽ നമുക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പ്രിന്റു. അതിൽ നിന്ന് ഞാൻ പറയട്ടെ, പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നടന്ന കലാപത്തെയും വംശഹത്യയും കൃത്യമായി തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ ശാന്തിയും സമാധാനം കൊണ്ടുവരല്ലേ നരേന്ദ്രമോദി ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കും അതിനുശേഷം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായി അവിടുത്തെ ഭരണകൂടം കലാപത്തെ മുൻപൊന്നും കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മുൻപെങ്ങും ഇത്രയും പെട്ടെന്ന് കലാപങ്ങൾ അടിച്ചമർത്തുണ്ടായിരുന്നില്ല. സാർ, മുൻപത്തെ കഥ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഭരണകാലത്ത് എന്ത് നടന്നു എന്നതാണല്ലോ വിഷയം. മുൻപത്തെ കഥകൾ ഉണ്ടായിട്ട് അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഭരണകാലത്ത് എന്ത് നടന്നു? അതിനെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാൻ കഴിഞ്ഞു? നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതേ മണിപ്പൂരിൽ നിന്ന് വെടിവെച്ചകളുടെയും തീ ആളുന്നതിന്റെയും വാർത്തകൾ.